ലവ് മാരേജ്, അതായത് ഇൻ്റർ കാസ്റ്റ് മാരേജ്, അങ്ങനെയുള്ള പല സബ്ജക്റ്റിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു എൻഡ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വിട്ടുതരുന്ന രീതിയിലാണ് ക്ലൈമാക്സും കാണിച്ചത്. വളരെ സ്ലോ പേസിലാണ് മൂവി എങ്കിലും നമ്മൾ ആ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സംഭവങ്ങൾ അവർ വളരെ നാച്ചുറലായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുമോ ഗംഭീര കളക്ഷൻ നേടുമോ എന്നുള്ളൊരു ഉപരിയല്ല, ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീൽ എന്തായാലും അങ്ങനെയുണ്ടല്ലോ ചില സിനിമകൾ, നല്ല കഥ നല്ല ഫീല്, ആ ഒരു ഫീല് തന്ന ഒരു സിനിമയാണ്. ഫാമിലിയുടെ കൂടെ കണ്ടിരിക്കാവുന്ന, നിങ്ങൾക്ക് ബ്രദേഴ്സ് അങ്ങനെ എന്താണ് മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചെറിയച്ഛന്മാരെയൊക്കെ കൂട്ടിയിട്ട് കാണേണ്ട അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. എല്ലാ കുടുംബത്തിലും നടക്കുന്ന ഒരു കഥയാണ്, ഗംഭീരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരണിൻ്റെ ഒരു ആദ്യ ഡയറക്ഷനും കൂടിയാണ്. എല്ലാം കൊണ്ടും സിനിമ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു കഥയായിട്ടാണ് ഗുഡ്വില്ല്, കിഷ്കിന്ത ചെയ്ത ഗുഡ്വില്ലാണ്, അതുപോലെ നല്ലൊരു സ്റ്റോറി ആയിട്ടാണ് ഗുഡ്വില്ല് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഓൾവേസ് ഫാമിലി ഡ്രാമയാണ്. ഇറ്റ്സ് അബൌട്ട് റിലേഷൻഷിപ്സ് വിച്ച് യു ക്യാൻ ഫൈൻഡ്. എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന റിലേഷൻഷിപ്പുകളെ പറ്റി, എല്ലാ കുടുംബത്തിനും അകത്തുള്ള ഒരു കഥയെ പറ്റിയാണ്. നല്ല രസമായിരുന്നു. ഗിവ് ആൻഡ് ടേക്ക്, ദർ വാസ് എ ഗിവ് ആൻഡ് ടേക്ക് ഇൻ ആക്ടിങ്. സോ അങ്ങനെ ആളുകൾ വരുന്ന സമയത്ത് നമുക്കും അത് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാമല്ലോ. ഒരു നർമ്മം പോലും നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്ന് എടുക്കുന്ന ഒരു നർമ്മമാണ്. അപ്പം ഇപ്പോഴും നമ്മൾ സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഒരു ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്തുള്ളൊരു നർമ്മമായിരിക്കും, പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടൊരു സിറ്റുവേഷനിലൊരു സാധനമുണ്ട്. ലൈക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് അറിയില്ലായിരുന്നു, പക്ഷെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര സുഖം തോന്നും. ആക്ടിങ് എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. നിങ്ങൾക്ക് അത്രയും നാച്ചുറലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും അവിടെ നിന്നൊരു നല്ലൊരു റിയാക്ഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. വർക്കിംഗ് വാസ് റിയലി ഗുഡ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളൊരു ചേട്ടനിപ്പം ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി, നമ്മളൊരു ഫാമിലി പോലെയാണ് ആക്ച്വലി ഷൂട്ട് നടന്നത്.